മെയിൻസിന് വേണ്ടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും സിലബസ് സെയിം ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുള്ളതാണ്. അതിനകത്ത് പല മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും വരും. ഇപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണും, 5 മാർക്കിന്റെ, 20 മാർക്കിന്റെ, ആ രീതിയിൽ പല മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് കാണും. സോ ഓരോന്നിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും എഴുതുന്നതിന് വേണ്ടി അവർ തന്നെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ആ ഒരു സ്പേസിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു മെയിൻസ് എക്സാമിനേഷന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമുകൾക്ക് നമ്മൾ എഴുതിയതുപോലെ ഒരിക്കലും ആൻസർ എഴുതരുത്. എന്താണോ കറക്റ്റ് ആൻസർ ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതുന്നതിനകത്താണ് നമുക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ ആണോ? സോ വലിച്ചു വാരി ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ എന്താ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസറിലേക്ക് പോവുക. 20 മാർക്കാണെങ്കിൽ തന്നിട്ടുള്ള സ്പേസ് മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ എഴുതുക. സ്പേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല, ഈ പറയുന്ന പോലെ 1-2 പേജ് ഒന്നും ഇല്ല, വളരെ കുറച്ചൊരു സ്പേസേ ഉള്ളൂ 20 മാർക്കിന്റെ ക്വസ്റ്റ്യന് പോലും. സോ അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് പോയിന്റ്സ് എല്ലാം എഴുതുക എന്നുള്ളതിനകത്താണ് കാര്യം ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് നമ്മൾ ജേർണൽ എന്താന്ന് വിളിച്ചു, ലെഡ്ജർ എന്താന്ന് വിളിച്ചു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. കുറച്ച് ട്രാൻസാക്ഷൻസ് വന്നിട്ട് നിങ്ങളോട് പറയാം ജേർണൽ എൻട്രി എഴുതുക. ക്ലിയർ ആണോ? അല്ലെങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് വന്നിട്ട് എന്നോട് പറയാം ലെഡ്ജർ പോസ്റ്റിംഗ് നടത്തുക. അപ്പൊ ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പ്രിലിംസിനകത്ത് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ അത് നോക്കിയില്ല, കാരണം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാത്തത് കൊണ്ട്. സോ ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പം നമ്മൾ അതും കൂടെ കവർ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. പ്രധാനമായിട്ടും കഴിഞ്ഞ എക്സാംസുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണ് ഈ ഡിസ്കഷൻ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. സോ പ്രീവിയസ് ഇയേഴ്സിൽ പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. മിക്കതും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻ തന്നെയാണ്. കവർ ചെയ്യാത്ത പോർഷൻസ് വരുമ്പോൾ നമ്മൾ അതും കൂടെ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ കൂടെ പഠിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. സോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തുടങ്ങാം. പറഞ്ഞോളൂ. നമ്മളപ്പോ നോട്ട്സ് ആയിട്ട് ഞാൻ പ്രിലിംസ് ബാച്ചിൽ ഉണ്ടായിരുന്നു, അപ്പം ആ നോട്ട്സ് തന്നെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതിയോ? ആ നോട്ട്സ് തന്നെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. അത് തന്നെയാണ്, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ക്ലിയർ ആണോ? അത് തന്നെ, ആ തിയറി തന്നെ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് കണക്ക് വരുന്ന പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും. അത് എടുക്കുന്ന സമയത്ത് അതിന്റെ നോട്ട്സ് ഞാൻ തരാം. ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യം നമ്മൾ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ അക്കൗണ്ടിങ്, മെൻഷൻ എനി 2 ഒബ്ജക്റ്റീവ്സ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അക്കൗണ്ടിങ്ങിന്റെ 2 ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയുക. സോ നമുക്ക് ആ ഒരു സ്പേസ് അവിടെ കാണും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്പേസിംഗ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഒരുപാട് സ്പേസ് ഒന്നും കാണത്തില്ല. നമ്മളപ്പോ ആൻസർ എഴുതുമ്പം വലിച്ചു വാരി ഒന്നും എഴുതാൻ നിൽക്കരുത്. എന്ത് മാത്രം എഴുതുക? ആ ചോദിച്ച ചോദ്യത്തിന് മാത്രം ആൻസർ എഴുതുക. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എഴുതുന്നു. ഒബ്ജക്റ്റീവ് 2 എണ്ണം ചോദിച്ചു, 2 എണ്ണം മാത്രം എഴുതി അതവിടെ വെക്കും. അക്കൗണ്ടിങ് എന്താ നമുക്കറിയാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു പ്രോസസ്സാണ്. എന്താ? ഐഡന്റിഫൈ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമറൈസ് ചെയ്യുന്നു. എന്തിനെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ. ക്ലിയർ ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സമ്മറൈസ് ഒക്കെ ചെയ്യുന്നത്? ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി. ആർക്ക്? യൂസ്ഫുൾ ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അക്കൗണ്ടിങ് യൂസേഴ്സിന് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. ക്ലിയർ അല്ലേ? ഈ ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് എഴുതുന്നു. അടുത്ത ചോദ്യം ഒബ്ജക്റ്റീവ്സ് ആണ്. സോ ഒബ്ജക്റ്റീവ്സ് എന്ന് ഹെഡിങ് കൊടുത്ത് 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുതുക. എന്താ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്? ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ്. ഒരു ഓർഗനൈസേഷന്റെ കണക്കുകളും കാര്യങ്ങളും പ്രോപ്പർ റെക്കോർഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യുക. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താ? ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് എഴുതാതെ പോകരുത്. ഫിനാൻഷ്യൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത്. എന്തിൽ നിന്ന് മനസ്സിലാക്കും? P&L അക്കൗണ്ടിൽ നിന്ന് മനസ്സിലാവും. പിന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട്. എന്തിൽ നിന്ന് മനസ്സിലാക്കും? ബാലൻസ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കും.
ക്ലിയർ ആണോ? ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. അത് രണ്ടും നമ്മൾ എഴുതി. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആ പോയിന്റ് എന്താണോ അത് മാത്രം പ്രോപ്പർ ആയിട്ട് എഴുതുന്നു. ഓക്കെ അല്ലേ? സോ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനിടയ്ക്ക് അനാവശ്യമായിട്ട് സെന്റൻസുകളൊന്നും കുത്തിക്കയറ്റാൻ നിൽക്കാതിരിക്കാം. 3 മാർക്കാണ്. സോ ആ രീതിയിൽ ആൻസർ ചെയ്യും. ഈ ഒരു എക്സ്പ്ലനേഷൻ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. അടുത്തതിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്? ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ നോട്ടിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആ നോട്ട് എടുത്ത് നോക്കിയാൽ അതിനകത്തുണ്ട്. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത ടേബിൾ രൂപത്തിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ടേബിൾ രൂപത്തിൽ എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? വലിച്ചുവാരി സെന്റൻസ് ആയിട്ട് എഴുതണ്ട. ടേബിൾ രൂപത്തിൽ തന്നെ ബുക്ക് കീപ്പിംഗ് എന്നൊരു ഹെഡിങ്, അക്കൗണ്ടിങ് എന്നൊരു ഹെഡിങ് നിരത്തി എഴുതിയാൽ മതി ഡിഫറൻസ്. ഓക്കെ അല്ലേ? ഇതേപോലെ എഴുതിയാൽ മതി. എത്ര സ്പേസ് ഉണ്ടോ അത്ര എഴുതിക്കോ. 3 മാർക്കാണ്. എത്ര സ്പേസ് ഉണ്ടോ സ്പേസ് തികയാൻ വരെ എഴുതിക്കോ. ഒരുപാട് പോയിന്റ്സ് നോട്ടിൽ തന്നിട്ടുണ്ട്. അതൊക്കെ എഴുതാൻ പറ്റുന്നെങ്കിൽ എഴുതിക്കോ. ഓക്കെ അല്ലേ? സോ എന്തൊക്കെയാ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗും തമ്മിലുള്ള ഡിഫറൻസുകൾ? പ്രൈമർലി കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബുക്ക് കീപ്പിംഗ് എന്താ? റെക്കോർഡിംഗ് പ്രോസസ്സാണ്. ഓക്കെ അല്ലേ? റെക്കോർഡിംഗ് പ്രോസസ്സാണ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഈ പ്രോസസ്സ് കൊണ്ട് ആ ഒരു ബുക്ക് കീപ്പിംഗ് പ്രോസസ്സ് കഴിയും. അനാലിസിസും ഇന്റർപ്രിട്ടേഷനും വരുമ്പോഴാണ് എന്താ, ഈ സമ്മറൈസിങ്ങും ഇന്റർപ്രിട്ടേഷനും അനാലിസിസും വരുമ്പോഴാണ് അത് അക്കൗണ്ടിങ് ആകുന്നത്. ക്ലിയർ ആണോ? റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും ബുക്ക് കീപ്പിംഗിന്റെ ഭാഗവും, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, അവസാനത്തെ ഫൈനൽ കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ടിങ്ങിന്റെ ഭാഗം. ഓക്കെ ആണോ? ഇത് പ്ലസ് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അക്കൗണ്ടിങ്. ഓക്കെ അല്ലെ? ബുക്ക് കീപ്പിംഗിൽ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അക്കൗണ്ടിങ്ങിൽ ഇത് പ്ലസ് സമ്മറൈസിങ്, ഇന്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ഒരു സംഭവം. ഓക്കെ അല്ലേ? ബുക്ക് കീപ്പിംഗ് ആരാ ചെയ്യുന്നത്? ഡൺ ബൈ ജൂനിയർ സ്റ്റാഫ് ഓർ ബുക്ക് കീപ്പേഴ്സ്. അക്കൗണ്ടിങ്ങോ ഡൺ ബൈ അക്കൗണ്ടന്റ്സ്. പിന്നെ ഫോംസ് ദ ബേസ് ഓഫ് അക്കൗണ്ടിങ്, ഇൻക്ലൂഡ്സ് ആൻഡ് എക്സ്പാൻഡ്സ് അപ്പോൺ ബുക്ക് കീപ്പിംഗ്. 3 മാർക്കിനായതുകൊണ്ട് 3 പ്രധാനപ്പെട്ട പോയിന്റ് എഴുതി. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ 1 പോയിന്റോ 2 പോയിന്റോ കൂടെ എക്സ്ട്രാ എഴുതിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ ആണോ? സോ ആ രീതിയിലാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാന്ന് പറയുമ്പം ഒരിക്കലും നിരത്തി പിടിച്ച് എഴുതരുത്. ഈ രീതിയിൽ ടേബിൾ രൂപത്തിൽ തന്നെ എഴുതുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ അല്ലേ? മൂന്നാമത്തത്, നെയിം എനി 3 ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട 3 ടേംസ് എഴുതാനാണ്. ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചു. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻഡിച്ചർ, റവന്യൂ, എക്സ്പെൻസ്. അതിനകത്ത് തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡ്രോയിങ്സ്. ക്ലിയർ? ഒരുപാട് ടേംസ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏറ്റവും പ്രധാനപ്പെട്ട 3 നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് എഴുതുക. ഓക്കെ ആണോ? ഏറ്റവും പ്രധാനപ്പെട്ട 3 ടേംസ് ഏതൊക്കെയായിരിക്കും? അക്കൗണ്ടിങ് എപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസിസിലല്ലേ ഉണ്ടായിട്ടുള്ളൂ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ടേംസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും ഒരിക്കലും വിടാതെ എഴുതുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും എഴുതാൻ അവർക്ക് എഴുതിയാലും മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാ. കാരണം അതിന്റെ ബേസിസിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെ വരുന്നത്. അതുകൊണ്ടാണ് അവരെ എക്സ്പ്ലെയിൻ ചെയ്തു. പിടി കിട്ടിയോ? ഓക്കെ അല്ലേ? ഈ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. എത്ര മാർക്കുണ്ട് അതിന്റെ ബേസിസിൽ. മാർക്കിനനുസരിച്ച് എക്സ്പ്ലനേഷൻ കൂട്ടാം കുറയ്ക്കാം. ഓക്കെ ആണോ? ഇപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ആ ഒരു രീതിയിലൊക്കെയാ വരിക. ഇനി അടുത്ത സെഷനാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ചുകൂടെ നമ്മൾ എഴുതണം. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം നോക്കണം നമുക്ക് എത്ര സ്ഥലമുണ്ട്. അതിനനുസരിച്ച് ആൻസർ പ്ലാൻ ചെയ്തിട്ട് മാത്രം എഴുതി തുടങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ അങ്ങ് എഴുതി തുടങ്ങും, കുറച്ച് കഴിയുമ്പോഴാണ് അയ്യോ പോയിന്റ്സ് ഒന്നും മൊത്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു സിറ്റുവേഷൻ വരും. അപ്പൊ ആദ്യമേ പ്ലാൻ ചെയ്യുക. എത്ര പോയിന്റ്സ് ഉൾപ്പെടുത്തണം, അതൊക്കെ ഏത് രീതിയിൽ എഴുതണം. 5 മാർക്ക് ആയതുകൊണ്ട് പോയിന്റ്സിന്റെ എണ്ണം കൂട്ടാൻ നോക്കുക. അല്ലാതെ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിന്റ്സിന്റെ എണ്ണം കൂട്ടാൻ പറ്റുന്നെങ്കിൽ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട്, അഡ്വാൻറ്റേജും കൊടുത്തിട്ടുണ്ട്.
ഓക്കെ അല്ലേ? ആ അഡ്വാൻറ്റേജുകൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം, നമുക്ക് സ്പേസ് എത്രയുണ്ടോ അതിനനുസരിച്ച്. ക്ലിയർ ആണോ? ഇമ്പോർട്ടൻസിന് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പ്ലനേഷൻ അല്ല, ഒരു 2 വരിയിൽ നിൽക്കുന്ന എക്സ്പ്ലനേഷൻ. ഒരു പോയിന്റ്, ഒരു അണ്ടർലൈൻ കൊടുത്തു, 2 വരി ഒരു എക്സ്പ്ലനേഷൻ, ആ രീതി കൊടുക്കാം. ക്ലിയർ ആണോ? സോ ആ രീതിയിൽ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജും എഴുതുക. ഇമ്പോർട്ടൻസ് ആദ്യം ചോദിച്ചാൽ അത് ആദ്യം എഴുതുക, പിന്നെ അഡ്വാൻറ്റേജ് എഴുതുക. അതും ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ പ്രോപ്പർ ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് എഴുതുകയാണെങ്കിൽ പ്രസന്റേഷൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? സോ വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ല നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജും ഇതെല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള നമ്മുടെ നോട്ടിലുള്ളതാണ്, അത് വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത എന്താ? ലിമിറ്റേഷൻസ് ആ ചോദിച്ചിരിക്കുന്നത്, അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാ? ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കറിയാം. 5 മാർക്കിനാ ചോദിച്ചിരിക്കുന്നത്. ഓരോ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ആണോ? ഓരോ പോയിന്റ് നോക്കാം. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അല്ലെ? കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ ടേംസ് ഓഫ് മണി മെഷർ ചെയ്യാൻ സാധിക്കാത്തതൊന്നും ഇവിടെ ഉൾപ്പെടുത്തില്ല, മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ കൊണ്ട്. അതുകൊണ്ട് എന്തു പറ്റും? ഒരു ലോയൽ ആയിട്ടുള്ള എംപ്ലോയി ഉണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മാനേജർ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ അസറ്റുകളാണെങ്കിൽ നമുക്ക് അസറ്റായി കാണിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ? അപ്പൊ മണി കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് അസറ്റുകൾ ഒരു ബിസിനസ്സിന് കാണാം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ലയബിലിറ്റികൾ കാണാം. ഒരാള് ഒരു ഫ്രോഡാണ്, അയാൾ നമുക്കൊരു ലൈബിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം മണി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്. ഓക്കെ അല്ലേ? സോ അത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ. ക്ലിയർ ആണോ? നമ്മളെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ നോക്കിയ സമയത്ത് അവിടെ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഈ ഒരു പെർട്ടിക്കുലർ സംഭവം. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ അക്കൗണ്ടിങ്. ആസ് എ റിസൾട്ട്, if we are having a honest employee or manager, we cannot include that as an asset in our accounting records due to this. So it is a major limitation. രണ്ട് വരിയേ വരുന്നുള്ളൂ എക്സ്പ്ലനേഷൻ. ക്ലിയർ ആണോ? അതുപോലെ രണ്ടാമത്തെ നോക്കിക്കേ, ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ലൈക്ക് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ മുതലായ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഒന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്, ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. ഓക്കെ ആണോ? പിന്നെ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, എപ്പോഴും എന്താണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താ നമുക്കറിയാം. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? എ എന്ന് പറയുന്ന മെഷീൻ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ചെങ്കിൽ ഈ 1 ലക്ഷം രൂപ പ്ലസ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് അതിനെ ഒരു യൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടെത്താനുള്ള എന്റെ ഒരു എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ ചേർക്കുന്നതാണ് എന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇതിലായിരിക്കും ഞാൻ അതിനെ എന്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതിന്റെ വാല്യൂ മാർക്കറ്റിൽ മാറിയേക്കാം, അതിന്റെ കറണ്ട് വാല്യൂ, മാർക്കറ്റ് വാല്യൂ മാറിയേക്കാം, കൂടിയേക്കാം, കുറഞ്ഞേക്കാം. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമോ? ഇല്ല. നമ്മൾ മേടിച്ച വില, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ അസറ്റിന്റെ വില ഇപ്പൊ മാർക്കറ്റിൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മൾ മേടിച്ച വില എത്രയുണ്ടെന്ന് നമുക്ക് അറിയത്തുള്ളൂ. അതൊരു വലിയ ലിമിറ്റേഷൻ. പിടികിട്ടിയോ? പിന്നെ വേറൊക്കെ എന്താണ്? പ്രോൺ ടു മാനിപ്പുലേഷൻ ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഡിപ്രീസിയേഷൻ കാണാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. അക്കൗണ്ടന്റ് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ചൂസ് ചെയ്തു, അത് അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റാ, അത് അക്കൗണ്ടിങ്ങിനെ ബാധിക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് പല റിസൾട്ടാണ് നൽകുന്നത്. ഗുഡ് വിൽ വാല്യുവേഷന് പല മെത്തേഡ്സ് ഉണ്ട്, അതൊരു അക്കൗണ്ടന്റ് ചൂസ് ചെയ്യും. അങ്ങനെ പേഴ്സണൽ ജഡ്ജ്മെന്റ് അവിടെ വരാം. അക്കൗണ്ടന്റ് ഫ്രോഡ് ആണെങ്കിൽ മാനിപ്പുലേഷൻസ് നടത്താം. ക്ലിയർ ആണോ? അതുപോലെ ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ഇങ്ങനെ പ്രൈസ് ലെവൽ ചേഞ്ചുകളൊന്നും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല, അതും ലിമിറ്റേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ നോട്ടിലും കുറെ ലിമിറ്റേഷൻസ് തന്നിട്ടുണ്ട്, എക്സ്ട്രാ തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എഴുതാം. 5 മാർക്ക് ആയതുകൊണ്ട് ഓരോന്നിനും ഒരു 2 വരി കുറയാത്ത എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആ ഹെഡിങ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് അത് തന്നെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ. പിടികിട്ടിയോ?
സോ ആ രീതിയിൽ എക്സ്പ്ലെയിനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് മാക്സിമം പോയിന്റ്സ് കൂട്ടുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ ആദ്യം നോക്കണം എത്ര സ്പേസ് ഉണ്ട് എനിക്ക് എഴുതാൻ, അതിനകത്ത് മാക്സിമം പോയിന്റ്സ് കൂട്ടുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സ്പേസ് ഇനിയും വളരെ കുറവാണെങ്കിൽ 3 പോയിന്റ് മാത്രം എഴുതി നിർത്തരുത്. 5 മാർക്ക് ഉണ്ട്, മാക്സിമം 5 പോയിന്റ് എങ്കിലും മിനിമം, 5 മാർക്കിന്റെ 5 പോയിന്റ് എങ്കിലും മിനിമം ഉൾപ്പെടുത്തുക. ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ലത്. ഇനിയും 5 അല്ല 10 പോയിന്റ് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ഒഴിവാക്കിക്കോളൂ. 10 പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഏതാണോ നിങ്ങൾക്ക് അവിടെ കൺവീനിയന്റ് ആ രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക. എക്സ്പ്ലനേഷൻ എഴുതുമ്പം ശ്രദ്ധിക്കുക, ഉറപ്പില്ലാത്ത എക്സ്പ്ലനേഷൻ എഴുതരുത്, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എഴുതാവുള്ളൂ. അതും 1 or 2 ലൈൻ, അതിനപ്പുറം പോകേണ്ട ആവശ്യം ഇല്ല. പിന്നീട് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ജേർണൽ? അപ്പൊ അത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് 8 മാർക്കിന്റെ വരുമ്പോൾ. മറ്റേതൊക്കെ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിരിക്കും, തിയറി ഓറിയന്റഡ് ആണ്. പക്ഷെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ജേർണൽ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പറയുകയാണ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചർ ആൻഡ് സ്പെസിമെൻ ഫോർമാറ്റ്. ജേർണൽ എന്താണ്, അതിന്റെ ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഫോർമാറ്റും എക്സ്പ്ലെയിൻ ചെയ്യുക. കിട്ടിയോ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ചോദിച്ചിരിക്കുന്ന ആ ഓർഡറിൽ തന്നെ ചെയ്യണം. ആദ്യം ജേർണൽ എന്താന്ന് ചോദിച്ചു, ജേർണൽ എന്താന്ന് ഒരു ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കരുത്, ആ ഡെഫിനിഷൻ മാത്രം കൊടുക്കുക. ഞാൻ ഇവിടെ വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ നോട്ടിൽ തന്നിട്ടുള്ള ജേർണലിന്റെ ഡെഫിനിഷൻ അതേപോലെ എടുത്തെഴുതാം, അപ്പൊ കുറച്ചുകൂടെ വരും. ജേർണൽ എന്താണ് വേണമെങ്കിൽ അതിനകത്ത് വീണ്ടും പറയാം. ജേർണലിനെ സബ് ഡിവൈഡ് ചെയ്യാം. ദർ ആർ സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ. ഏതൊക്കെയാ? പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. അതും കൂടെ നമുക്ക് എഴുതാം. കാരണം 8 മാർക്കാണ്, കുറച്ചുകൂടെ സ്പേസ് കാണും. അപ്പൊ അതും കൂടെ നമുക്ക് എഴുതാം. അപ്പൊ ജേർണലിന്റെ ഡെഫിനിഷൻ ഇത്രയും വന്നു, പ്രോപ്പർ ആണ്. ജേർണലിന്റെ ഡെഫിനിഷൻ വന്നു, ജേർണലിന്റെ സബ് ഡിവിഷനും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. എന്നിട്ട് അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് അതിന്റെ ഫീച്ചേഴ്സ് എഴുതാം. ഫീച്ചേഴ്സ് എഴുതുമ്പോൾ പോയിന്റ്സ് മാത്രം വേണമെങ്കിൽ എഴുതാം, സ്ഥലമുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ ലൈൻ എക്സ്പ്ലനേഷൻ വീതവും എഴുതാം. ഓക്കെ ആണോ? എന്നിട്ട് അവസാനം സ്പെസിമെനും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്പെസിമെൻ അല്ലെങ്കിൽ ആ ഒരു സ്പെസിമെൻ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ അല്ലേ? ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ് പ്രോപ്പർ ആയിട്ട് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക. ഒരു സ്പെസിമെൻ ആ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷനും കൂടെ എഴുതാം. ക്ലിയർ ആണോ? ഫോർമാറ്റ് മാത്രമല്ല, സ്പെസിമെൻ ഫോർമാറ്റ് മാത്രം എന്നല്ല, അതിനകത്ത് ഒരു ട്രാൻസാക്ഷൻ കൂടെ എഴുതണം. ഒരു പെർട്ടിക്കുലർ എ അക്കൗണ്ട് എറ്റർ ടു ബി അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതുക. ഡെബിറ്റിൽ കുറച്ച് എമൗണ്ട്, ക്രെഡിറ്റിൽ കുറച്ച് എമൗണ്ട്. എമൗണ്ട് ഒന്നും എഴുതണം, ജസ്റ്റ് എക്സെപ്റ്റൻസ് ഇട്ടാൽ മതി. അതുപോലെ നറേഷൻ എഴുതാൻ മറക്കരുത്. നറേഷൻ എന്നും പറഞ്ഞ് എഴുതി ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കണം. കാരണം അതാണ് ആ ഫോർമാറ്റ്. നറേഷൻ കാണും എല്ലാ ജേർണൽ എൻട്രിക്കും. ഒരു ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്താ? ഒരു അക്കൗണ്ട് ഡെറ്റർ ടു മറ്റൊരു അക്കൗണ്ട്, ഇവിടെ നറേഷൻ. ക്ലിയർ ആണോ? അതാണ് ഒരു ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ്. ഓക്കെ ആണോ? എ അക്കൗണ്ട് ഇങ്ങനെ എഴുതുന്നത്, എ അക്കൗണ്ട് കുത്ത് 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 ഡെറ്റർ ടു ബി ആണെങ്കിൽ ബി അക്കൗണ്ട് ടു ബി, അല്ലെങ്കിൽ അക്കൗണ്ട് എന്ന് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതണ്ട. എന്നിട്ട് ബ്രാക്കറ്റിൽ ഈ എൻട്രി എന്താണെന്ന് നറേറ്റ് ചെയ്യും. അതാണ് നറേഷൻ. നറേഷൻ ക്ലിയർ ആണോ? ഇതാണ് ഒരു ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ജേർണലിന്റെ ഫോർമാറ്റ് ആണ് ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്. അതിനകത്ത് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. ഓക്കെ ആണോ? 8 മാർക്കാണ്. 8 മാർക്ക് ആകുമ്പോൾ ആ രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇത് ജസ്റ്റ് ഒരു ആൻസർ എന്താണെന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമേ തന്നിട്ടുള്ളൂ. 8 മാർക്കിന് ആ സ്പേസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ എഴുതുക. ഓക്കെ അല്ലേ? സോ ഇവിടെ വരുമ്പം ജസ്റ്റ് നമ്മൾ പഠിച്ച തിയറികൾ വായിച്ചു പോയാൽ പോരാ, ഡെഫിനിഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക, എഴുതാൻ വേണ്ടി പഠിച്ചു വെക്കുക. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സബ്സിഡിയറി ബുക്ക്. സബ്സിഡിയറി ബുക്ക് ആർക്കാ? ജേർണലിനാണ് ഉള്ളത്. ക്ലിയർ ആണോ? ജേർണലിന്റെ സബ്സിഡിയറി ബുക്കിനെ പറ്റി ഒരു നോട്ട് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നെയിം എനി 4 ഏതെങ്കിലും 4 സബ്സിഡിയറി ബുക്കും നെയിം ചെയ്യണമെന്ന്. അപ്പൊ ആദ്യം സബ്സിഡിയറി ബുക്ക് എന്താണെന്നാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ സബ്സിഡിയറി ബുക്ക് എന്താണെന്ന് ആദ്യം എഴുതണം. അതെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ജേർണൽ ആണ്, സബ് ഡിവിഷൻ ഓഫ് ജേർണൽ ആണ്. കൂടുതൽ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ നമ്മൾ ജേർണലിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് സബ്സിഡിയറി ബുക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതണം. എന്നിട്ട് ടൈപ്സ് 4 ചോദിച്ചിട്ടുള്ളൂ, 4 വ്യക്തമായിട്ട് എഴുതുക. 8 മാർക്കിന്റെ ആയതുകൊണ്ട് ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് എ ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ബുക്ക് റെക്കോർഡ്സ് ഓൾ ക്യാഷ് റിസീപ്റ്റ്സ് പേയ്മെന്റ്. ക്ലിയർ ആണോ? ക്യാഷ് ബുക്ക് തന്നെ പലതരമുണ്ട്.
സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, അതുപോലെ പെറ്റി ക്യാഷ് ബുക്ക്. അത്ര എഴുതുമ്പോൾ ക്യാഷ് ബുക്കിന്റെ കുറച്ചധികമായി. പിന്നെ പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്കിൽ ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ആർ റെക്കോർഡഡ്. പ്രോപ്പർ ആയിട്ട് അത് എഴുതാം. പർച്ചേസ് ഡേ ബുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു ഫോർമാറ്റും വരച്ചു വെക്കാം. ഫോർമാറ്റ് നമ്മൾ തന്നിട്ടുണ്ട് നോട്ടിൽ. സെയിൽസ് ബുക്ക് ഓൾ ക്രെഡിറ്റ് സെയിൽസ് ആർ റെക്കോർഡഡ്. അതിന്റെ വേണമെങ്കിൽ ഒരു ഫോർമാറ്റ് വരയ്ക്കാം. ജേർണൽ പ്രോപ്പർ ഇതിനകത്തൊന്നും പെടാത്ത ബാക്കി ട്രാൻസാക്ഷൻ ജേർണൽ പ്രോപ്പറിൽ വരും. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ആ സ്പേസിനകത്ത് എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉൾപ്പെടുത്താമോ അവിടെയാണ് നിങ്ങളുടെ വിജയം. ക്ലിയർ ആണോ? അനാവശ്യമായി ഒന്നും എഴുതരുത്. ചോദിച്ച ചോദ്യത്തിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. ഇവിടെ ചോദിച്ച ചോദ്യം എന്തുവാ? 4 സബ്സിഡറി ബുക്കിനെ നെയിം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നെയിം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എന്നിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അതിന്റെ ഫോർമാറ്റ് ഉൾപ്പെടുത്താം. അതിന്റെ ഡെഫിനിഷൻ തീർച്ചയായിട്ടും വരണം. നെയിം ചെയ്യുന്ന പറയുമ്പോൾ ഡെഫിനിഷനും കൂടെ ഉൾപ്പെടുത്താം. 8 മാർക്കല്ലേ. ഫോർമാറ്റ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പൊ എത്രത്തോളം ഇൻഫർമേഷൻ നിങ്ങൾക്ക് വൃത്തിയായി പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? എത്രത്തോളം ഇൻഫർമേഷൻ വൃത്തിയായി പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു ആ തന്നിരിക്കുന്ന സ്പേസിൽ. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ആദ്യം കൊടുക്കേണ്ട പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞ സാധനം നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കണം. അണ്ടർലൈൻ ചെയ്യേണ്ട ഒക്കെ പ്രോപ്പറായിട്ട് അണ്ടർലൈനും ചെയ്ത് വെച്ചിരിക്കണം. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്യണം. ഓക്കെ ആണോ? അടുത്തത് 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മാർക്സ്. 10 മാർക്കിന് ചോദിച്ചിരിക്കുവാണ് ലെഡ്ജർ എന്താണ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ആൻഡ് ഫോർമാറ്റ്. ഇവിടെ ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. 10 മാർക്കിന്റെയാ. ലെഡ്ജർ എന്താന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഒരു ലെഡ്ജർ എന്ന് ആദ്യം നമ്മൾ ഡെഫിനിഷൻ എഴുതുന്നു. വാട്ട് ഈസ് എ ലെഡ്ജർ? ക്ലിയർ ആണോ? 10 മാർക്കിന്റെ ചോദ്യമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് എഴുതാം? വേണമെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ലെഡ്ജർ എഴുതാം. ലെഡ്ജറിന്റെ ഫീച്ചേഴ്സ് എഴുതാം. ക്ലിയർ? പിന്നെ ലെഡ്ജറിന്റെ ഇമ്പോർട്ടൻസ് എഴുതാം. അപ്പൊ മാക്സിമം പോയിന്റ്സ് നമുക്ക് അവിടെ ഉൾപ്പെടുത്താം. എത്രത്തോളം പോയിന്റ്സ് ഉൾപ്പെടുത്താമോ അത്രത്തോളം പോയിന്റ്സ് അവിടെ ഉൾപ്പെടുത്താം. ഓക്കെ അല്ലേ? ഒരു ലെഡ്ജറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം, ലെഡ്ജർ ഹെൽപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഞാൻ 2 എണ്ണമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഉണ്ട്. ലെഡ്ജർ ഹെൽപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തെ എന്താ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ എന്താ? അക്കൗണ്ടുകൾക്ക് ബാലൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? പിന്നെന്താ? പ്രോപ്പർ ആയിട്ട് ഡിഫറെന്റ് ഹെഡ്സിൽ എന്താ പറയുന്നത് ഓർഗനൈസ് ചെയ്യാൻ, അക്കൗണ്ടുകളെ ഓർഗനൈസ് ചെയ്യാൻ ലെഡ്ജർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണോ? ഈസി ഇറർ ഡിറ്റക്ഷന് ലെഡ്ജർ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതാം, ഇമ്പോർട്ടൻസ്. എന്നിട്ട് ഓരോന്നിനും ഒരു 2 വരി എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റ് എഴുതി വെക്കാം. ഫോർമാറ്റ് എന്താ? ഡേറ്റ് പെർട്ടിക്കുലർ, ജേർണൽ ഫോളിയോ. ജേർണൽ ഫോളിയോ ആണ് ലെഡ്ജറിൽ വരിക. ഓക്കെ ആണോ? ജേർണലിൽ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലർ, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ക്ലിയർ? ഇനി ഫീച്ചേഴ്സിനകത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിനകത്ത് എഴുതാം. ടി ഷേപ്ഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് ലെഡ്ജറിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ആ രീതിയിൽ 10 മാർക്കിന്റെ വരുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ ആണോ? യെസ്. സോ അപ്പം മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക? ആ ഒരു എക്സ്പ്ലനേഷൻ കൂട്ടുക. അപ്പൊ അത് എവിടുന്ന് കിട്ടും? നമ്മളുടെ നോട്ട്സിനകത്തുനിന്ന് അത് കിട്ടും. ക്ലിയർ ആണോ? അടുത്തത്, എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീഡ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം. പലതരത്തിലുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ആദ്യം നമ്മളോട് ചോദിച്ചാൽ നീഡാ. അക്കൗണ്ടിങ് എന്തിന്? അക്കൗണ്ടിങ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിന്റെ ഡെഫിനിഷൻ തന്നെ അവിടെ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി, സമ്മറൈസ് ചെയ്യുന്നതിന് വേണ്ടി, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, അവസാനം കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റെക്കോർഡിംഗിൽ പറയാം, അവിടെ ജേർണൽ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. വീണ്ടും സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് സബ് ഡിവിഷൻസ് ഓഫ് ജേർണൽ കൊണ്ടുവരാം. ക്ലാസിഫിക്കേഷനകത്ത് നിങ്ങൾക്ക് ലെഡ്ജറിനെ കൊണ്ടുവരാം. സമ്മറൈസിനകത്ത് നിങ്ങൾക്ക് ട്രയൽ ബാലൻസിനെ കൊണ്ടുവരാം. അനാലിസിസ് ഇന്റർപ്രിട്ടേഷനിൽ P&L ബാലൻസ് ഷീറ്റും കൊണ്ടുവരാം. കമ്മ്യൂണിക്കേഷൻ, അവിടെ 2 തരം യൂസേഴ്സിനെ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഇന്റേണൽ, എക്സ്റ്റേണൽ യൂസേഴ്സ്. അത്ര ഇൻഫർമേഷൻ നീഡിനകത്ത് കയറി വന്നു. പിന്നെ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം 2 എണ്ണം നമുക്കറിയാം. സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്. ക്ലിയർ ആണോ? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതെന്താ? സ്മോൾ ബിസിനസ്സുകളായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ ആണോ? അത് സയന്റിഫിക് അല്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? വരവെന്ന് എഴുതി വെക്കുന്നു, ചെലവെന്ന് എഴുതി വെക്കുന്നു. പ്രശ്നം എന്തുവാ? ഇത് ക്യാഷ് ബേസിസിലാ പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ബേസിസാ? ക്യാഷ് ബേസിസ്. കിട്ടുന്നത് കിട്ടിയെന്ന് എഴുതും, പോയിന്ന് എഴുതും. അക്രൂവൽ ബേസിസ് അല്ല. ഡബിൾ എൻട്രി പക്ഷെ എങ്ങനെയാ? അക്രൂവൽ ബേസിസിലാ പ്രിപ്പയർ ചെയ്യുന്നത്. അക്രൂവൽ ബേസിസ് അത് സയന്റിഫിക് ആണ്.
അവിടെ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റ് വന്നാൽ അതിനൊരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വന്നിരിക്കും. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ് അത് ഫോളോ ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് വരുന്നത് ഏത് ഇക്വേഷന്റെ ബേസിസിലാണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ഓഫ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന്റെ ബേസിസിലാണ്. അങ്ങനെ പല കാര്യങ്ങളും ഡബിൾ എൻട്രിയെ പറ്റി എഴുതാം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗിന്റെ പിതാവ് ആരാ? ലൂക്ക പാസിയോളിയാണ്. ലൂക്ക പാസിയോളി. ക്ലിയർ ആണോ? ഇങ്ങനെ പല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സിംഗിൾ എൻട്രി സിസ്റ്റം എന്താന്നുള്ള കാര്യം നിങ്ങൾ അവിടെ എഴുതുന്നു. സിംഗിൾ എൻട്രി സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. ചെറിയ ഓർഗനൈസേഷൻസ് ആണത് ഉപയോഗിക്കുന്നത്. അവിടെ എക്സ്പെൻസും ഇൻകവും ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കറക്റ്റ് പ്രോഫിറ്റോ ലോസോ കിട്ടുന്നു, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻകം നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം വന്നു. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ക്ലിയർ. അപ്പൊ എത്ര സ്പേസ് ഉണ്ടോ അതിനനുസരിച്ച് ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് എഴുതാം, ഫീച്ചേഴ്സ് എഴുതാം, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതാം. സ്ഥലമുണ്ടെങ്കിൽ, സ്ഥലം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സ്പേസേ കാണത്തുള്ളൂ. 10 മാർക്ക് ആണെങ്കിലും അതിനകത്ത് നിൽക്കണം. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും വന്നിരിക്കണം. ഓക്കെ ആണോ? പോയിന്റ്സും വന്നിരിക്കണം.